ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം അതിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ഏത് വിളിയാണോ സ്വീകരിച്ചിരിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണോ നിങ്ങൾ ദൈവത്തെ പ്രഘോഷിക്കുക. ജീവിതത്തിൻ്റെ ഏതവസ്ഥ തന്നെയായാലും നിങ്ങൾ അവിടെ ആയിരുന്നു കൊണ്ട് ദൈവത്തെ പ്രഘോഷിക്കുക. വിശ്വാസ പരിശീലനത്തിലൂടെ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം എല്ലാവരും, പ്രത്യേകിച്ച് വിശ്വാസ പരിശീലകരായ അധ്യാപകർ. ഇന്നത്തെ ഈ ദിവസം 2024-25 വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയിൽ വളരാം എന്ന മുദ്രാവാക്യത്തോടെ നല്ലവനായ ദൈവം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ വിശ്വാസ പരിശീലന വർഷത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വർഷത്തിലെ പ്രാർത്ഥനയിൽ വളരുക എന്ന മുദ്രാവാക്യമാണ് വിശ്വാസ പരിശീലനത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. വിശ്വാസ പരിശീലനം എന്താണ്? എനിക്ക് തോന്നുന്നു വിശ്വാസ പരിശീലനം എന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഈശോയെ കൂടുതൽ അറിയാനായിട്ടുള്ള പരിശ്രമം, ഈശോയെ കൂടുതൽ തീക്ഷ്ണമായിട്ട് സ്നേഹിക്കാനുള്ള പരിശ്രമം, ഈശോയെ കൂടുതൽ അടുത്ത് അനുധാവനം ചെയ്യാനുള്ള സന്നദ്ധത, ഈ 3 ലക്ഷ്യങ്ങളാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വാസ പരിശീലനത്തിലെ ലക്ഷ്യങ്ങളായിട്ട് കാണുന്നത്. ഈശോയെ കൂടുതൽ അറിയാൻ, ഈശോയെ കൂടുതൽ തീക്ഷ്ണമായിട്ട് സ്നേഹിക്കാൻ, ഈശോയെ കൂടുതൽ അടുത്ത് അനുധാവനം ചെയ്യാനുള്ള പക്വത നമ്മുടെ വിശ്വാസ പരിശീലനം വഴിയായിട്ട് പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഉണ്ടാകുമ്പോൾ സഭ ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വാസ പരിശീലനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈശോ സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പ്രധാനമായിട്ട് തൻ്റെ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതം മുഴുവനും സ്നേഹപിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അനുഭവിച്ച സ്നേഹം, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു. ഒരേ ഒരു ലക്ഷ്യമേ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ: പിതാവിനെ മഹത്വപ്പെടുത്തുക, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം വിവേചിച്ചെടുക്കുകയും അത് പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് സാധിക്കണമെങ്കിൽ ഈശോ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവോടെ ജനിച്ചവനാണ് ഈശോ. ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് മാമുദീസ സ്വീകരിച്ചവനാണ് ഈശോ. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിയായിരുന്നു ഈശോ. അതിന് ഈശോയെ നമ്മൾ കൂടുതൽ അറിയുക, ഈശോയെ കൂടുതൽ സ്നേഹിക്കുക, ഈശോയെ അടുത്ത് അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേരുക എന്നുള്ളതാണ്. നമ്മൾ മാമുദീസ വഴിയായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമുദീസ സ്വീകരിച്ചപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടായ്മയിൽ വളരുക എന്നുള്ളതാണ് നമ്മുടെ ദൈവികമായിട്ടുള്ള വിളി. ആ കൂട്ടായ്മയിൽ വളരാനാണ് സഭ തന്നെ ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമുക്ക് അനുഭവിക്കാനും അത് ജീവിക്കാനും പങ്കുവയ്ക്കാനും വേണ്ടിയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നുള്ള
ആ മനോഹരമായിരിക്കുന്ന പുസ്തകം മതാധ്യാപകരായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന്, അത് നിങ്ങൾ വായിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ മതബോധന ഗ്രന്ഥത്തിലെ മതബോധനത്തെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 നെടുന്തൂണുകളാണ് മതബോധനത്തിനുള്ളത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒന്നാമത്തേത് വിശ്വസിക്കുന്ന വിശ്വാസം, ദ ബിലീവിങ് ഫെയ്ത്ത്. രണ്ടാമത്തേത് ആഘോഷിക്കുന്ന വിശ്വാസം, ദ സെലിബ്രേറ്റിംഗ് ഫെയ്ത്ത്. മൂന്നാമത്തേത് ജീവിക്കുന്ന വിശ്വാസം, ദ ലിവിങ് ഫെയ്ത്ത്. നാലാമത്തേത് പ്രാർത്ഥിക്കുന്ന വിശ്വാസം, ദ പ്രേയിങ് ഫെയ്ത്ത്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് വിശ്വാസ പരിശീലനത്തിനും വിശ്വാസ ജീവിതത്തിനുമുള്ളത്. ആദ്യത്തേത് വിശ്വസിക്കുന്ന വിശ്വാസം. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആരിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നൊക്കെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ആ മനോഹരമായിരിക്കുന്ന പ്രാർത്ഥനയിലെ മതബോധന രംഗത്ത് അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ആഘോഷിക്കുന്ന വിശ്വാസം. വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്, ദ സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത് സഭയിൽ സംഭവിക്കുന്നത്. മൂന്നാമത്തേത് അങ്ങനെ വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസം അനുദിന ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ വിശ്വാസത്തെ ജീവിതമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുക. അവസാനമായിട്ട് 4ാമത്തെ ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന വിശ്വാസം. കർത്താവ് തന്നെ പഠിപ്പിച്ചിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്താണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രാർത്ഥനയിൽ വളരുക എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് പ്രത്യേകമായിട്ട് ഈ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഈശോയെ കൂടുതൽ അറിയാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയെ കൂടുതൽ അടുത്ത് അനുധാവനം ചെയ്യാനും ഈശോയെ പോലെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണെന്ന് നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും തിരിച്ചറിയാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമല്ല, ആത്മാവിൻ്റെ നിമന്ത്രണത്തിലൂടെ എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെ ഈശോ നിറവേറ്റിയോ അതുപോലെ നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് വിശ്വാസ പരിശീലനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. വിശുദ്ധ ഫിലിപ്പ് നേരി ഒരുപക്ഷെ നിങ്ങളിൽ അധികം പേർക്ക് അറിയില്ലായിരിക്കാം. വിശുദ്ധ ഫിലിപ്പ് നേരിയെ പറ്റി പറയുന്നത് റോമാ പട്ടണത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലനാണ്, സ്ലീഹായാണ് ഫിലിപ്പ് നേരി എന്ന്. റോമാ പട്ടണത്തിൻ്റെ ആദ്യത്തെ സ്ലീഹ അപ്പസ്തോലൻ പത്രോസ്ലീഹ തന്നെയാണ്. അങ്ങനെ 2ാമത്തെ അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പ് നേരിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം വളരെ ലളിതമായിട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. ഒരു കാലത്ത് റോമിൽ അലഞ്ഞു തിരിഞ്ഞ് വളരെ മോശമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന പാവപ്പെട്ട കുട്ടികളെ വളർത്തി അവരെ നല്ലവരാക്കിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ വളർത്താനായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പ് നേരി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അംഗീകരിക്കാൻ വേണ്ടി അന്നത്തെ മാർപ്പാപ്പ കർദിനാൾ സ്ഥാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ കർദിനാളാക്കരുത്, ഐ പ്രിഫർ പാരഡൈസ്. കർദിനാൾ സ്ഥാനത്തെക്കാളും സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫിലിപ്പ് നേരി. ഞാൻ ഇവിടെ ഫിലിപ്പ് നേരിയെ സൂചിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, മതബോധനത്തിലെ നമുക്ക് മുമ്പ് വിശ്വാസം ജീവിച്ച് മാതൃക നമുക്ക് നൽകുന്ന ആളുകളെ പരിചയപ്പെടാൻ കൂടി നമ്മുടെ മതബോധനം നമ്മെ സഹായിക്കണം. നമുക്ക് മുമ്പ് നമുക്ക് മാതൃകയായിട്ട് നമുക്ക് പിൻചെല്ലാൻ പറ്റുന്ന ധാരാളം വിശുദ്ധ ജീവിതങ്ങളുണ്ട്. അവരെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ മതബോധന ക്ലാസ്സുകൾ സഹായിക്കട്ടെ.
അതിന് നേതൃത്വം കൊടുക്കുന്ന അതിരൂപത ഡയറക്ടറെയും അസിസ്റ്റൻറ്റ് ഡയറക്ടറെയും അതിരൂപത സംവിധാനങ്ങളെയും ഫൊറോന സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മതാധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു മതബോധനം നടക്കേണ്ടത് പാഠപുസ്തകത്തിലൂടെ ആണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിലുപരിയായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ജീവിതമാണ് കുട്ടികൾ തിരിച്ചറിയുന്ന പാഠപുസ്തകമെന്ന് മതബോധന അധ്യാപകരായിരിക്കുന്ന നമുക്ക് ബോധ്യമുണ്ടാകട്ടെ. നമ്മുടെ മക്കൾ നമ്മുടെ ക്ലാസ്സിലിരുന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാളും നമ്മൾ ജീവിക്കുന്ന മാതൃകയാണ് പഠിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അധ്യാപകരായിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈശോയെ കൂടുതൽ അറിയാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയെ കൂടുതൽ അടുത്ത് അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത മാതൃക വഴിയായിട്ട് കുട്ടികൾ വിശ്വാസത്തിൽ വളരും. അങ്ങനെയുള്ള വലിയൊരു കൃപ നിങ്ങളിലൂടെ സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ അതിരൂപതയ്ക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ അതിരൂപതയുടെ പ്രത്യേക മധ്യസ്ഥനായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം എന്നും നിങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.